നാട്ടുകാരെ, കുറച്ച് നാളായി പറയണമെന്ന് വിചാരിച്ചിരുന്ന കുറെ കാര്യങ്ങൾ ഞാനിപ്പോ ഇവിടെ വെച്ച് പറയാൻ പോവുകയാണ്. രേണുവിനെ വെച്ച് വീഡിയോ ചെയ്ത ഇപ്പൊ സായി സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ആള് 48 വീഡിയോ രേണു സുധിനെ വെച്ച് ചെയ്തിട്ടുണ്ടെന്ന്. നിലവിലൊരു സംഘർഷം പ്രതീക്ഷിക്കാമല്ല ആശാനെ. അതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിന് ഒരു നിശ്ചിത തുക രേണുവിന് കൈമാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാ സകല മൂരാച്ചികളും കൂടെ എതിർത്താ പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? അപ്പം അങ്ങനെ രേണുവിനെ വെച്ച് ചെയ്ത ആൾക്കാരൊക്കെ അങ്ങനെ പൈസ കൊടുക്കാൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? പുതിയ അടവുകളും തന്ത്രങ്ങളുമായിട്ടൊന്ന് പയറ്റി നോക്കുകയാണല്ലേ? എനിക്ക് അതിനെ പറ്റി ആക്ച്വലി ഒന്നും പറയാനില്ല. സന്തോഷമായി. എനിക്കത് കണ്ടപ്പം ലൈക്ക് സത്യം പറഞ്ഞ നോ കമന്റ്സ് എന്ന് പറയണം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഓക്കെ, അപ്പൊ എന്തോ പറയാനുണ്ട്. അതിപ്പോ പറയാൻ കഴിയില്ല. ഇപ്പൊ ചിലര് വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോ അത് കണ്ടപ്പോ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. ആണോ? 2 വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷെ ഇപ്പൊ ഞാനത് പറയാൻ പാടില്ല, എന്നോട് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞിട്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടു കൊടുത്തത്. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുണ്ട്. വീട്ടിൽ പോയി കണ്ട വ്യക്തി അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട വ്യക്തികൾ അവര് തന്നെ പറയുന്നുണ്ട്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യാനില്ല, അവർ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു തന്നെ ചെയ്യണം. നമ്മൾ വല്ലതും ചെയ്യുമ്പോ 4 ആൾ അറിയണം എന്ന് വെച്ചാൽ 4 ആൾ അറിയാനായിട്ട് വല്ലതും ചെയ്താലേ നമുക്ക് പ്രയോജനമുള്ളൂ. ഇത് തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോ മനസ്സിലിരിപ്പ് ക്ലീൻ ആയിട്ട് പിടികിട്ടി. ഇപ്പം നമ്മള് ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കാൻ മാത്രമാണ് അയാളെ പറ്റി നല്ല എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, രേണുവിനെ പോയി കണ്ടവരെല്ലാം ഒരു പെർട്ടിക്കുലർ ചാനലിൽ അപ്പൊ തന്നെ അപ്പിയർ ചെയ്യുന്നുണ്ട്. ഒഴുക്കിനെതിരെ നീന്തുന്നവർക്ക് മാത്രമേ ഇവിടെ പരിവർത്തനത്തിന്റെ പാത വെട്ടാൻ കഴിയൂ. ഇനിയെങ്കിലും അത് മനസ്സിലാക്കണോ? ഈ ചേച്ചി പോണ ഇനാഗുറേഷനിലൊക്കെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓൺലൈൻ മീഡിയാസ് മാത്രം തേച്ച് വരുന്നത് എന്താ കാര്യം? ചോദ്യം നിന്റേതായ സ്ഥിതിക്ക് മറുപടി നീ തന്നെ പറയുന്നതായിരിക്കും. ഞാൻ പറയട്ടാ, ഞാൻ അന്ന് വളരെ പേഴ്സണലായിട്ട് എനിക്ക് ഈ നിങ്ങളുടെ സർക്കിളിലുള്ള ഒരുപാട് പേര്, കൊല്ലം സുധിയുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്മി നക്ഷത്രയെ പോലെ ബാക്കി ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. എന്താന്ന് വെച്ചാൽ തുറന്നു പറ, അവരുടെ സസ്പെൻസ് ഇടാതെ. അന്ന് ഞാൻ ഈ പറഞ്ഞ ലക്ഷ്മി നക്ഷത്രത്തെ സപ്പോർട്ട് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് അവളെ അറിയില്ല, ഞങ്ങളൊക്കെ കൊല്ലം സുധീന്റെ ഫ്രണ്ട്സാ, ഇവൾ ഈ വന്ന് കാണിക്കുന്ന കണ്ണീരും ഈ വന്ന് ഒലിപ്പിക്കുന്ന ഈ സ്നേഹമൊന്നും അല്ല സുധി ജീവിച്ചിരുന്നപ്പോൾ റിയൽ ലൈഫിൽ ഇവള് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇവളിതൊന്നും അല്ല. ഇതൊന്നും അവന്റെ നല്ലത് എനിക്ക് മനസ്സിലായി. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ, പിന്നെ ആരാവൻ? നിങ്ങൾ അവിടെ ചെന്ന് സ്ലോ മോഷനിൽ അവരെ കണ്ണീര് സൂം ചെയ്യുന്നു, 4 ആംഗിളിൽ 4 ക്യാമറ വെക്കുന്നു, അതിനൊരു എഡിറ്റിംഗ് പാറ്റേൺ ഉണ്ടാക്കുന്നു, അതിൽ BGM ഇട്ട് തള്ളുന്നു. രേണു സുധി സംസാരിക്കുമ്പോൾ റഫറൻസ് പോലെ കൊല്ലം സുധിയുടെ മറ്റേ മാല ഇട്ട ഫോട്ടോയുടെ മുകളിലേക്ക് സൂം ചെയ്തു പോകുന്നു. ഇതൊക്കെ വല്ലപ്പോഴേ കിട്ടുമ്പോ നമ്മുടെ ലക്ഷ്യങ്ങളായിരിക്കണം.